ഫാസ്റ്റിംഗ് നല്ലതാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് 2016 നോബൽ പ്രൈസ് കിട്ടിയ ഒരു ടെക്നിക്കാണ്. സോ ഫാസ്റ്റിങ്ങിൽ ഞാൻ 100% വിശ്വസിക്കുന്നത്. പക്ഷേ ഫാസ്റ്റിങ്ങിൻ്റെ കുഴപ്പം എങ്ങനെയാണ് ഫാസ്റ്റിംഗ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് ബോധമില്ലാതെയാണ് നമ്മളിൽ 90% ആൾക്കാർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് എടുക്കാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണ്? 2 നേരം നമ്മൾ ആഹാരം കഴിക്കുന്നു എന്നുള്ളതാണ്. ഡിന്നർ ടു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഗ്യാപ്പ് നമ്മൾ 12 മുതൽ 16 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ആ സമയത്ത് ഈ പറയുന്ന ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറിൽ എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഭക്ഷണത്തിന് ടൈം ഗ്യാപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ലോങ് ടൈം പ്രാക്ടീസ് ചെയ്തു, വെൻ യു ആർ കമ്മിങ് ബാക്ക് ടു യുവർ നോർമൽ ഫുഡ് റൊട്ടീൻ, ഹൗ യു ആർ കമ്മിങ് ബാക്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഫാസ്റ്റിങ്ങിൻ്റെ മാജിക്ക് കിടക്കുന്നത് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയങ്ങൾ കൂടുതൽ ഫാസ്റ്റിങ്ങിലേക്ക് ഇന്നാവുകയും ഫാസ്റ്റിങ്ങിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ടൈമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ഫുഡ് ഹാബിറ്റിലാണ്. നമ്മൾ പ്രോപ്പറായിട്ട് തലേ ദിവസം വരെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ റോസ്റ്റും രാത്രി 12 മണി വരെ കഴിച്ചിട്ട് നാളെ തൊട്ട് ഞാൻ പട്ടിണി കിടക്കുന്നു തീരുമാനിക്കുന്നത് ഫാസ്റ്റിങ്ങേ അല്ല. ഫാസ്റ്റിങ്ങിനൊരു പ്രിപ്പറേഷനുണ്ട്. നമ്മുടെ ബോഡിയെ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ഫാസ്റ്റിങ്ങിലേക്ക് അങ്ങനെ പോകുന്നെങ്കിൽ നമ്മൾ ആദ്യം ബോയിൽഡ് ഡയറ്റിലേക്ക് പോവുകയും പിന്നീട് റോ ഡയറ്റിലേക്ക് പോവുകയും പിന്നീട് ജ്യൂസ് ഡയറ്റിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ വന്നാൽ നമ്മുടെ ശരീരത്തിന് അണ്ടർസ്റ്റാൻഡബിളാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഫാസ്റ്റിങ്ങിൽ 100% വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റിംഗ് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാജിക്കൽ റിസൾട്ടും ഫാസ്റ്റിംഗ് സ്വന്തം ഇഷ്ടത്തിന് തോന്നിയതുപോലെ ചെയ്താൽ നമുക്ക് ശരീരത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും മോശമായൊരു കാര്യവുമാണ് ഫാസ്റ്റിംഗ്. ഈ വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 2, 3, 4, 21 ദിവസം വരെ നിന്ന ആൾക്കാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ അതുകൊണ്ട് എന്താ കിട്ടുക ശരീരത്തിൽ? അതാണ് പർട്ടിക്കുലർ കണ്ടീഷൻസിലാണ്. ചില കണ്ടീഷൻസിൽ ഈ പറയുന്ന കംപ്ലീറ്റ് റെസ്റ്റ് നമ്മളുടെ ശരീരത്തിൻ്റെ പല സിസ്റ്റത്തിനും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പലതരത്തിലുള്ള ടോക്സിൻസും എലിമിനേറ്റ് ആവാൻ വേണ്ടി ഒരു കംപ്ലീറ്റ് റെസ്റ്റ് ആവശ്യമാണ്. ആ സമയത്താണ് പലപ്പോഴും ഫാസ്റ്റിംഗ് എന്നുള്ള മാജിക്കൽ പ്രോസസ്സ് നമ്മൾ കൊടുക്കുന്നത്. 21 ഡേയ്സ് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്ത് ആരെങ്കിലും പരിചയപ്പെട്ടാൽ അവർക്ക് മാജിക്കൽ റിസൾട്ടാണ്. അവർ ഭയങ്കര ഇഷ്ടം, അവർ ആരെയും സജസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഈ ഫാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്ത് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഒരു 10 ഡേയ്സ് ഫാസ്റ്റിംഗ്, വാട്ടർ ഫാസ്റ്റിംഗും ജ്യൂസ് ഫാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്തവർ നമ്മുടെ അവിടെ വരാറുണ്ട്. ശരിക്കും നമ്മുടെ ഈ മതങ്ങളിൽ പോലും ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ. റിലീജിയസ് ഫാസ്റ്റിംഗ് എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇപ്പോൾ മുസ്ലിം മതത്തിലുണ്ട്. അവരൊരു മാസം അവർ കൃത്യമായിട്ട് ശരിക്കും അതൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയാണ്. കറക്റ്റ്. അതൊരു ഗംഭീര പ്രാക്ടീസാണ്. ഞാൻ എൻ്റെ എല്ലാ മുസ്ലിം ഫ്രണ്ട്സിനും ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രാക്ടീസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വൈകിട്ട് നോമ്പ് തുറക്കുമ്പം ഈ പറയുന്ന ഫ്രൈഡ് മറ്റേ ബജ്ജിയും ഫ്രൈഡ് വാട്ടയും പൊറോട്ടയും ബീഫും എല്ലാം കഴിച്ചിട്ട് ഈ 1 മന്തിൻ്റെ ഗുണം അവരെവിടെയൊക്കെ, അതിനപ്പുറം അവർ ആ 1 മന്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നെങ്കിൽ സുഹിതർ ഐ വിൽ ടെൽ യു അവരുടെ 1 ഇയറിലേക്കുള്ള അവരുടെ ഹെൽത്താണ് അവർ ആ 1 മന്ത് കൊണ്ട് അവർ ടേക്ക് കെയർ ചെയ്യുന്നത്. പിന്നീട് അവർ 11 മാസം അവരുടെ ശരീരത്തെ അവർ അത്ര ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ പോലും ഈ 1 മന്തിൽ അവർക്ക് കിട്ടുന്ന ഹെൽത്ത് അവർക്കുള്ള ഡെപ്പോസിറ്റാണ്. അതിനുവേണ്ടിയാണെന്ന് എല്ലാത്തിലും ഏകാദശിയുണ്ട്. ഹിന്ദു ഇതിൽ ഏകാദശിയുണ്ട്. മാസത്തിൽ 2 തവണ ഏകാദശി പോകുന്നുണ്ട്. നമ്മൾ ശിവരാത്രിക്ക് വ്രതമുണ്ട്. നമ്മൾ പിന്നെ തിങ്കൾ മുതൽ ഞായർ വരെ ഏത് ഇഷ്ട ദൈവത്തെ സ്നേഹിക്കുന്നു ആ ദൈവത്തിനെല്ലാം വ്രതമാണ്. ശിവനെ സ്നേഹിച്ചാൽ തിങ്കളാഴ്ച, ദേവിയെ സ്നേഹിച്ചാൽ ചൊവ്വാഴ്ച, ബുധനാഴ്ച, കൃഷ്ണനെ വ്യാഴാഴ്ച, ദേവിക്ക് വെള്ളിയാഴ്ച, ശനിയാഴ്ച ശാസ്താവിന്, ഞായറാഴ്ച ആദിത്യന് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വ്രതമുണ്ട്. ക്രിസ്ത്യൻസ് ഇപ്പോൾ അവരുടെ നോമ്പ് സമയമാണ്. ക്രിസ്ത്യൻസിന് മറ്റേ നമ്മളുടെ ക്രിസ്മസിൻ്റെ സമയത്ത് അവർ 1 മന്ത് കംപ്ലീറ്റ് വെച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പിനെ കാണാൻ പോയി. ബിഷപ്പ് എനിക്ക് കട്ടൻ ചായയാണ് തന്നത്. എന്നോട് ബിഷപ്പ് പറഞ്ഞത് വ്രതത്തിൻ്റെ സമയത്ത് അവർ മിൽക്ക് പോലും യൂസ് ചെയ്യില്ല. അതായത് ആ ക്രിസ്ത്യൻസ് വ്രതത്തിൻ്റെ സമയത്ത് അവർ നോൺ വെജ് മാത്രമല്ല അവർ പാല് പോലും ഉപയോഗിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ റിലീജിയസിലും ഹിന്ദുവിലും ക്രിസ്ത്യാനിലും എല്ലാത്തിലും അതുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിൻ്റെ എവിടേക്കോ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് പോകുന്നു എന്നുള്ളതാണ്. ഫാസ്റ്റിംഗ് ഒരു മാജിക്കൽ സാധനമാണ്, 100% മാജിക്കാണ്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവുമോ? 100%. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. ഇപ്പം ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചില അസിഡിക് ഗ്യാസ്ട്രിക് കണ്ടീഷൻ നമ്മൾ പെട്ടെന്ന് സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അവരുടെ ആ ഗ്യാസ്ട്രിക് ഇഷ്യൂ പരിഹരിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്നുള്ള സ്കിപ്പിംഗ് മീൽസ് അഗെയിൻ അവരുടെ ഈ പ്രശ്നം അഗ്രിവേറ്റ് ചെയ്യും. പല ഗട്ട് ഇഷ്യൂസിൻ്റെയും ബേസിക് അതാണ്. അതല്ല എങ്കിൽ ഗട്ട് ഇഷ്യൂസിൽ പലതിലും ഫാസ്റ്റിങ്ങിന് മാജിക്കൽ റിസൾട്ട് തരാനുണ്ട്. ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണല്ലോ ഫാസ്റ്റിംഗ്. ഇപ്പോൾ ബോയിൽഡ് വെജിറ്റബിൾസ് മാത്രം കഴിച്ചുള്ള ഡയറ്റ് ഉണ്ട്, അതല്ലാതെ വാട്ടർ ഫാസ്റ്റിംഗ് ഉണ്ട്, ജ്യൂസ് ഫാസ്റ്റിംഗ് ഉണ്ട്, അതല്ലാതെ ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട്. ഇതെല്ലാം ഡിപ്പെൻസ് ആണ്. പക്ഷേ നമ്മളെപ്പോഴും എന്താണ് കണ്ടീഷൻ അനുസരിച്ച് വേണം നമ്മളുടെ ഫാസ്റ്റിംഗ് ഡിസൈഡ് ചെയ്യാൻ എന്നുള്ളതാണ്. അത് ഗട്ട് ഹെൽത്തിൽ ഏത് കണ്ടീഷനിലാണ്, ഇപ്പോൾ ഗ്യാസ്ട്രിക് അസിഡിറ്റി അല്ലെങ്കിൽ ചെസ്റ്റിന് നമ്മളുടെ ഈ നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ അത് പരിഹരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റൂ.